പൊതുവെ നമ്മൾ മനഃശാന്തിക്ക് വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരാണ്. എന്നാൽ മനസ്സിൻ്റെ പ്രകൃതമേ അശാന്തിയാണ്. ഇതാണ് നമ്മളിവിടെ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. മനസ്സിൻ്റെ പ്രകൃതം മനസ്സിലാക്കിയിട്ട് വേണം മനസ്സിനെ നമ്മൾ ഡീല് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. മനസ്സിൻ്റെ പ്രകൃതം എന്താണ്? മനസ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത്? മനസ്സ് നമ്മൾ എന്ന ജീവിയെ ഇവിടെ ജീവനോടെ നിലനിർത്തുക എന്ന ഉദ്ദേശം ഏറ്റെടുത്തിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ പേരാണ്. നമ്മളെ ഇവിടെ ജീവനോടെ നിലനിർത്തേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുക. ഒരു പ്രധാനമന്ത്രി, പ്രസിഡന്റ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ഇടതും വലതും ഒക്കെ കുറച്ച് ബ്ലാക്ക് ക്യാറ്റുകൾ നടക്കുന്നുണ്ടായിരിക്കും. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം നടക്കുന്നുണ്ടായിരിക്കും. ആ ടീം എപ്പോഴും ഇങ്ങനെ ശാന്തരായി സമാധാനപ്രിയരായി ഇരിക്കേണ്ട ആൾക്കാരാണോ? അതോ അവർ ഫുൾ ടൈം ചുറ്റും നടക്കുന്ന ഓരോ മൂവ്മെൻറ്റുകളെക്കുറിച്ചും ശ്രദ്ധിച്ച് അപകടമുണ്ടാവും, പ്രശ്നമുണ്ടാകും, വെടിവെപ്പുണ്ടാവും, ബോംബേറുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ഫുൾ ടൈം ജാഗരൂകരായിരിക്കേണ്ട ഒരു ടീമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ ടീം എപ്പോഴും അത്ര വലിയ ശാന്തിയിലല്ല എന്നുള്ളത് കാര്യമാണ്. അതൊരു സത്യമല്ലേ? അവർ അച്ചടക്കത്തിലാണ്, പക്ഷെ അവർ ശാന്തിയിലല്ല. അവർ ഫുൾ ടൈം ഒരു പ്രത്യേക ജാഗ്രതയിലാണ്. അപ്പോൾ മനസ്സ് നമ്മളെ ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമുള്ള ഒരു യൂണിറ്റാണ്. അതായത് നമ്മളെന്ന പ്രധാനപ്പെട്ട വ്യക്തിയുടെ സംരക്ഷക ചുമതലയുള്ള ഒരു യൂണിറ്റാണ്, പ്രൊട്ടക്ടറാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രധാന ചുമതല നമ്മുടെ ചുറ്റുപാടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രധാന ചുമതലയാണ് കേട്ടോ. നമ്മുടെ ചുറ്റുപാടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മളെ അതിലേക്കനുസരിച്ച് പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ എതിരിടാൻ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും അശാന്തവും അസ്വസ്ഥവും തന്നെ ആയിരിക്കണ്ടേ? അതല്ലേ അതിൻ്റെ നേച്ചർ? അതല്ലേ ആയിരിക്കേണ്ടത്? അല്ലേ? ചിന്തിച്ചു നോക്കി. പക്ഷെ നമുക്ക് മനഃശാന്തി വേണം. അപ്പം നമ്മൾ ഈ പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ടീമിനോട് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുന്നേ, എന്തിനങ്ങനെ ഗൗരവം, സ്വസ്ഥമായൊരിടത്ത് ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ്. അത് തെറ്റാണ്. ശാന്തി മനസ്സിലല്ല ഉണ്ടാകേണ്ടത്, ബോധത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത്. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. നമ്മുടെ ബോധം ശാന്തമാണ്, മനസ്സ് അസ്വസ്ഥമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയുക, മനസ്സിൻ്റെ പ്രതലം അശാന്തമാണ്, മനസ്സിൻ്റെ ആഴം ശാന്തമാണ്. അങ്ങനെയും പറയാം. അതിന് പ്രതലത്തിൽ അസ്വസ്ഥമായിരിക്കുകയും ആഴത്തിൽ ശാന്തമായിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതത്തോടു കൂടിയ ഒരു യൂണിറ്റാണ് മനസ്സെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ കാണുന്ന നമ്മുടെ മനസ്സ് നമ്മുടെ പ്രതല മനസ്സ് മാത്രമാണ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് നോക്കിയപ്പോൾ നമുക്ക് തോന്നുകയാണേ, അയ്യോ എന്താ എൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥ, ആകെ കലുഷിതമാണല്ലോ, ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സ്, ഒരു നിമിഷം അതിന് സ്വസ്ഥതയില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആകെ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ തീരത്തെ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ളതാണ്. മനസ്സിൻ്റെ പ്രതലത്തെ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിൻ്റെ പ്രതലത്തിൻ്റെ സ്വഭാവം അത് തന്നെയാണ്, അത് തന്നെ ആയിരിക്കുകയും വേണം. അപ്പോൾ അവിടെ ഒരു വ്യക്തിയെ അയ്യോ മനസ്സിങ്ങനെ പ്രശ്നത്തിലാണോ എന്നല്ല ഒരു മനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി പഠിപ്പിച്ചു കൊടുക്കുക. ആണോ നിങ്ങളുടെ മനസ്സ് വലിയ പ്രശ്നത്തിലാണോ, അയ്യോ കഷ്ടം തന്നെ കേട്ടോ, അങ്ങനെ ചിന്തിക്കുന്നില്ല. മനസ്സിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, പാവം ഈ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ പ്രതലത്തിലേക്ക് മാത്രം നോക്കാൻ പഠിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിന് 2 തലങ്ങളുണ്ട്. മനസ്സിൻ്റെ പ്രതലവുമുണ്ട്, മനസ്സിൻ്റെ ആഴവുമുണ്ട്. പ്രതലത്തിൻ്റെ സ്വഭാവമേ അസ്വസ്ഥമാണ്, അത് അസ്വസ്ഥമാകട്ടെ. അത് അസ്വസ്ഥമായില്ലെങ്കിൽ, അത് ശാന്തമായി ഇരുന്നാൽ നിങ്ങളുടെ ജീവിതം ആപത്തിലാകും. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യൂണിറ്റാണത്. അത് ഫുൾ ടൈം ചുറ്റുപാടിനെ കുറിച്ച് നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കും. ഒരു തത്സമയ സംപ്രേഷണം ചെയ്യുന്ന വ്യക്തി എങ്ങനെയാണോ ഫുൾ ടൈം ക്രിക്കറ്റ് കളി നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളി നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും അവിടെ നടക്കുന്ന ഓരോ മൂവ്മെൻറ്റുകളും നമുക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുകൊണ്ടേയിരിക്കുന്നത്, ഇതുപോലെ നമ്മുടെ മനസ്സെന്നത് ഒരു തത്സമയ സംപ്രേഷണം ചെയ്യുന്ന ഒരാളാണ്.
തത്സമയ സംപ്രേഷണത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ മനസ്സ് ഫുൾ ടൈം നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ജാഗരൂകമായിരിക്കും. അത് നമുക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടേയിരിക്കും, നമ്മളെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കേ, നമ്മുടെ ചുറ്റുവട്ടം ശാന്തമാണെങ്കിൽ നമ്മൾ ശാന്തമായിരിക്കും, അല്ലേ? നമ്മുടെ ചുറ്റുപാട് ശാന്തമാണെങ്കിൽ നമ്മൾ ശാന്തമായിരിക്കും. എന്തുകൊണ്ടാ? ആ സമയത്ത് നമ്മുടെ പ്രതല മനസ്സിന് ഈ ചുമതലയില്ല. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ സുഖമായി ഇരിക്കുന്ന സമയത്ത്, പ്രധാനമന്ത്രി ഭവനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ പ്രൊട്ടക്ഷൻ യൂണിറ്റ് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. കുറച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വളരെ ജാഗ്രതയിലായിരിക്കും. കാരണം ഏത് നിമിഷവും ആപത്ത് കയറി വന്നേക്കും. ഇതേപോലെ നമ്മുടെ മനസ്സ് അശാന്തമായ ഒരു സാഹചര്യത്തിൽ അശാന്തം തന്നെയായിരിക്കും. ശാന്തമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും. പ്രതല മനസ്സ്. അപ്പൊ ഈ പ്രതല മനസ്സിന് ശാന്തി വേണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു വഴിയുള്ളൂ. എന്തായിരിക്കും വഴി? ശാന്തമായ അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലത്ത് സമയം ചെലവാക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ.